അവിച്ഛിന്ന ബ്രഹ്മചര്യ പ്രശസ്തമതിശാലിനോ നേതൃത്വമർഹതസ്തൗ തു ജനതാ പര്യവേക്ഷണേ. അവിച്ഛിന്നമായ, വിച്ഛിന്നമല്ലാത്ത, നശിക്കാത്ത ബ്രഹ്മചര്യത്താൽ പ്രശസ്തമായ ബുദ്ധിയോടുകൂടിയ തൗത്തു അവരാകട്ടെ ജനതാപര്യവേക്ഷണേ ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം അർഹത നേതൃത്വം വഹിക്കുന്നവരായിട്ട് തീരുന്നു. അതായത് നമ്മൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു പവർ കൂടുതലാണെന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യലായിട്ട് അവർക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയും, ശക്തി അവർക്ക് കിട്ടും. വിവാഹിതരായിരിക്കുന്ന നേതാക്കളെക്കാൾ ഒരർത്ഥത്തിൽ വിവാഹം കഴിക്കാത്ത നേതാക്കൾക്ക് കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, അർപ്പണം കൂടുതലായിരിക്കും. വിവാഹം കഴിച്ചതിന് ശേഷം ലോകസേവനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് നേട്ടങ്ങൾ മുഴുവനും ബന്ധുക്കൾക്ക് പോകും. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ബന്ധുക്കൾ തീരുമാനിക്കുന്നത് പോലെ രാഷ്ട്രം ഭരിക്കപ്പെടും. അതൊക്കെ വിവാഹത്തിന് ശേഷം ഉള്ള നേതാക്കളും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടുള്ള ബ്രഹ്മചാരികളായിട്ടുള്ള നേതാക്കളും തമ്മിലുള്ള അന്തരം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനതാ പര്യവേക്ഷണേ ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം അർഹത നേതൃത്വം വഹിക്കുന്നവരായിട്ട് തീരുന്നു. അവിച്ഛിന്നമായ ബ്രഹ്മചര്യത്താൽ പ്രശസ്തമായ ബുദ്ധിയോടുകൂടിയവർ. ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം മഹാത്മാഗാന്ധിയൊക്കെ ഒരു 36 വയസ്സിന് ശേഷം അദ്ദേഹം പിന്നീട് ബ്രഹ്മചര്യാരിയായിട്ട് ജീവിക്കുകയാണ് ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ സങ്കീർണമായിട്ട് കല്യാണശേഷം വിവാഹശേഷം ബ്രഹ്മചാരിയാകണമെന്ന് ഒരാൾ മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്ത്രീയായാലും പുരുഷനായാലും വിവാഹത്തിന് ശേഷം ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മചാരിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബ ബന്ധം തകരും. അപ്പം അതൊക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരേണ്ടതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവാഹം കഴിച്ചുവെങ്കിലും വിവാഹത്തിന് ശേഷം അധികം കാലമൊന്നും ശാരദാദേവിയോട് കൂടിയിട്ട് ജീവിച്ചില്ല. പിന്നെ അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോരുകയായിരുന്നു. കൽക്കട്ടയിൽ ക്ഷേത്രത്തിൽ അദ്ദേഹം ഭക്തിയോടുകൂടി പ്രാർത്ഥനകളോടുകൂടി ശാന്തിക്കാരനായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുള്ള ആസക്തി അല്ലെങ്കിൽ താല്പര്യം മൂലം പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോകാതായി. പിന്നെ ശാരദാദേവി കൽക്കട്ടയിലേക്ക് വന്നെങ്കിലും ശാരദാദേവിയെ ഒരു അമ്മയെ പോലെ സ്വീകരിക്കുകയായിരുന്നു. അത് ശാരദാദേവിക്ക് സമ്മതവുമായിരുന്നു. അത് അങ്ങനെയാണ് അവരുടെ ബന്ധം വളരെ ഇന്നും ലോകത്ത് ശ്രേഷ്ഠമായ ബന്ധമായിട്ട് നിലനിൽക്കുന്നത്. അതൊക്കെ അപൂർവമാണ്, വളരെ അപൂർവമായിട്ട് ലോകത്തിൽ കാണാവുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലോകത്തിൻ്റെ ജനങ്ങളുടെ നേതൃത്വം വഹിക്കാനായിട്ട് ശക്തി കൂടുതൽ കിട്ടും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചര്യ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആചാര്യൻ്റെ സവിധത്തിൽ നിന്ന് പോന്നതിന് ശേഷവും നമുക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന സമയം നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. വീണ്ടും അവന് സന്യാസത്തിലേക്ക് കടക്കാം. അപ്പോൾ 2 തരത്തിലുണ്ട്. ലോകസേവനാർത്ഥം നമുക്ക് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാം, അപ്പോഴൊരു ദോഷമില്ല എന്ന് പറയുകയാണ്.